ഹായ്. പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ബേക്ക് ചെയ്തതാണ് വലിയ വിജയം കാണിച്ചിട്ടുള്ളത്. എനിക്ക് പെർഫെക്റ്റ് ആക്കണം എന്ന ചിന്തയാണ് പലരെയും തടയുന്നത്. പക്ഷേ പെർഫെക്റ്റ് എന്നത് ട്രെയിനിങ് കൊണ്ടാണ് വരുന്നത്. നമുക്ക് എത്ര പേർക്കറിയാതെ പെർഫെക്റ്റ് ആയിട്ടില്ല, എനിക്ക് കേക്ക് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ബേക്കിംഗ് സാധ്യമല്ല. പക്ഷേ നമ്മൾ പല പ്രാവശ്യം ചെയ്ത് നമുക്കത് കുറേശ്ശെ ചെയ്താൽ മതി. ഒത്തിരി വലിയ എമൗണ്ടിലൊന്നും നമ്മൾ കേക്ക് എടുക്കണ്ട. നമുക്കൊരു കപ്പ് കേക്ക് ആണെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ചെറിയ അളവിൽ ഉണ്ടാക്കി അത് ഇംപെർഫെക്ഷൻ ആയി തന്നെ വന്നാലേ നമ്മൾ പെർഫെക്റ്റിലേക്ക് വരികയുള്ളൂ. അപ്പം പെർഫെക്റ്റ് ആകുന്നത് നമ്മൾ ട്രെയിനിങ് വഴി മാത്രമാണ്. എവരി ബേക്കർ വാസ് വൺസ് എ ബിഗിനർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എല്ലാ ബേക്കേഴ്സും ആദ്യം അവർക്ക് പറയാനൊരു സ്റ്റോറി ഉണ്ടാവും. അവർ ആദ്യം ചെയ്തപ്പം അവർ ബിഗിനറായിരുന്നു അല്ലേ? ബേക്ക് ചെയ്യുന്നത് പ്രാക്ടീസിൽ കൂടി മാത്രമാണ്. മിസ്റ്റേക്ക് ഇല്ലാതെ മാസ്റ്ററി ഉണ്ടാകത്തില്ല, ശരിയല്ലേ? മിസ്റ്റേക്കുകൾ വരുത്തി നമ്മുടെ മാസ്റ്റേഴ്സ് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് തന്ന്, അല്ലെങ്കിൽ നമ്മൾ അത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ മാസ്റ്റർ ഡിഗ്രിയിലേക്ക് വരുന്നത്. കേക്ക് കുറച്ച് ക്രാക്കായി, ഐസിങ് കറക്റ്റ് ആയിട്ടില്ല, അതെല്ലാം ലേണിങ്ങിൻ്റെ ഭാഗം മാത്രമാണ്. ബേക്ക് ചെയ്യുന്നവർ പെർഫെക്റ്റ് കേക്ക്സ് ഉണ്ടാക്കുന്നവർ അല്ല. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് അത്യാവശ്യം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്, അതായത് നമ്മുടെ ആ ഒരു വിശ്വാസം, നമ്മുടെ ഒരു ആത്മധൈര്യം, ലവ്, സ്നേഹം, കേക്കിനോട് ഉള്ള സ്നേഹം, ബേക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, പെർഫെക്ഷനിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹം, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ഇൻപെർഫെക്റ്റ് ബേക്ക് നാളത്തെ പെർഫെക്റ്റ് സക്സസ് ആക്കും. ബേക്ക് ചെയ്യൂ, ഭയപ്പെടേണ്ട. ലോകം നിന്നെ ഒരു ദിവസം ഇൻസ്പയർ ആക്കും. അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ധൈര്യമായി തുടരുക.